ഹലോ, അസ്സാം വലൈക്കും. അപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് നമ്മളെ ഈ ലാഭമേള ഉണ്ടല്ലോ, ഇപ്പോൾ കണ്ണൂർ വന്നേ, ഏതെടുത്താലും 150 രൂപ. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ മോളെ കൂട്ടി പോയിട്ടില്ല, മോളെ ഉമ്മാൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് പോയത്. ഞാനവിടെ പോയി നോക്കുമ്പോൾ ഒരുപാട് തിരക്കുണ്ട്. ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. മാറ്റ്, പിന്നെ അതേപോലെ തന്നെ ബാഗ്, പിന്നെ ചെറിയ പേഴ്സ്, ബാഗെല്ലാം അത്യാവശ്യം കുഴപ്പമില്ല, നല്ല തന്നെയാണ്, ഡെയിലി യൂസിനൊക്കെ എടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഇത് ജാറ്, നമ്മളെ കിച്ചണിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയത്. പിന്നെ കുട ഉണ്ടെന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കുട വാങ്ങാമെന്ന് വിചാരിച്ചിനേനു. നോക്കുമ്പോൾ കുട എനിക്ക് അത്ര തൃപ്തിയായിട്ട് തോന്നിയില്ല. ഞാൻ പോയി നോക്കിയേരം കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ള കുട, നമ്മളെ പണ്ടത്തെ കുടയില്ലേ, അത് ചിലതിലൊക്കെ ഹോള് വന്നിട്ടുണ്ട്, ഇനി ചിലതൊക്കെ കമ്പി ഒടിഞ്ഞിന്, നല്ലതൊന്നും കണ്ടിട്ടില്ല അവിടെ പോയിട്ട്. പിന്നെ ഇതാ ഞാൻ വിചാരിച്ച എൻ്റെ മോൾക്ക് നല്ലൊരു കസേര വാങ്ങാം. നമുക്ക് ചെറിയ കസേര ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഓൾക്ക് കണക്കായ കസേരയൊന്നും അവിടെ ഇല്ല, കുറച്ച് ചെറിയ കുട്ടികൾക്കുള്ളതേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ അതൊന്നും വാങ്ങിയില്ല. പിന്നെ ബക്കറ്റ് ഇങ്ങനെ പല ഐറ്റംസ് ഉണ്ട് ഇഷ്ടം പോലെ. പിന്നെ കുറേ സാധനങ്ങൾ അവിടെ അവർ കൊണ്ടുവന്നിട്ട് ഇറക്കിയിട്ടുമുണ്ട്, ഇനി കെട്ടുകണക്കിന് സാധനമുണ്ട്. പിന്നെ ഇതാ സ്പ്രേ എല്ലാം കണ്ട 180 റുപ്യാണ് ഇതിന്, ഏതെടുത്താലും 180. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുക എന്നുള്ളത് മാത്രം, അതിന് വേണ്ടി പോയതാണ്, വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ ബക്കറ്റൊക്കെ ഉണ്ട്, എൻ്റെ അടുത്ത് മുമ്പ് വാങ്ങിയതുണ്ട്. ഈ ചൈനീസ് മേള എന്നൊക്കെ ഒന്ന് പറയുമ്പോൾ എനിക്ക് ചെറുതിലേ ഉള്ള കടയാണ്, എൻ്റെ ചെറുതിലേ ഉള്ള കടയാണ്. അത് അവിടെ ഉണ്ടല്ലോ നമ്മളെ കണ്ണൂർ പ്ലാസക്ക്. പിന്നെ ഈ പ്ലേറ്റെല്ലാം എനിക്ക് ഇഷ്ടമായി. ഇനി ഈ പ്ലേറ്റെല്ലാം ചെറിയ നമ്മളെന്തെങ്കിലും സ്നാക്സ് എല്ലാം വീട്ടിലെ ഗസ്റ്റൊക്കെ വന്നാൽ സ്നാക്സൊക്കെ എടുത്തു കൊടുക്കാമല്ലോ, അതിന് മാത്രം 6 8 അങ്ങനെ 150. നല്ല രസമുണ്ട്, പക്ഷേ ഈ ഡിസൈനൊക്കെ പെട്ടെന്ന് പോവും. പിന്നെ എനിക്ക് ആ പിങ്ക് പ്ലേറ്റ് ഭയങ്കര ഇഷ്ടമായി, ഫ്ലവറൊക്കെ ആയിട്ട്. പിന്നെ ഇതാ സ്റ്റീൽ ടിഫിൻസ്. ടിഫിനൊന്നും പിന്നെ കുഴപ്പമില്ല, കുറച്ച് കട്ടിയൊക്കെ ഉണ്ട്. പിന്നെ അലൂമിനിയം പാത്രം, ചെമ്പ്, കറിച്ചട്ടി, ചോറ് വെക്കുന്ന അങ്ങനെയല്ലോ. പിന്നെ സ്റ്റീലിൻ്റെ ഇതും ഉണ്ട്. പിന്നെ ഈ ഭരണി ഉപ്പ് പഞ്ചസാര ഒക്കെ ഇട്ട് വെക്കാം. നമ്മൾ ഫെയറൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ കാണുന്ന സംഭവം തന്നെയാണ്. പിന്നെ സ്റ്റീലിൻ്റെ നല്ല നല്ല ഐറ്റംസ്, ഈ പാത്രങ്ങൾ, ഈ ചെറിയ എന്താ പറയുക, പാനി എന്നൊക്കെ പറയൂലേ, നമ്മളങ്ങനെയാണ് പറയില്ലേ, കുടം, നമ്മളിവിടെ എല്ലാം എങ്ങനെയാണ് പറയില്ലേ. പിന്നെ ഇത് അരി ഇളക്കുന്ന സാറ്, എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ അതെല്ലാം കണ്ട് ഞാനിങ്ങ് തിരിച്ചു